Good morning. Today we can start our first module, Calculus of Vector Functions. അപ്പോൾ വെക്ടർ എന്താണെന്നൊക്കെ നിങ്ങൾ പ്ലസ് ടുവിനൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഇനി വെക്ടർ വാല്യൂഡ് ഫങ്ഷൻസ് എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഒരു വെക്ടർ വാല്യൂഡ് ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഒന്നുകിൽ അത് 2 ഡയമെൻഷണൽ സ്പേസിലോ അല്ലെങ്കിൽ 3 ഡയമെൻഷണൽ സ്പേസിലോ ആയിരിക്കും ഡിഫൈൻഡ് ആയിട്ടുണ്ടാവുക. അത് ഡിഫൈൻ ചെയ്യുന്നത് ഫോർ ഈച്ച് അലവബിൾ വാല്യൂ ഓഫ് ടി we can define a vector rt and it can be represented in terms of components. അപ്പോൾ നമ്മൾ അതിനെ കോമ്പണൻറ്റ് വൈസ് ആയിട്ടാണ് എഴുതുന്നത്. യു ക്യാൻ റൈറ്റ് ദാറ്റ് ആസ് rt ഈക്വൽ ടു xt yt zt. അത് ഒന്നുകിൽ നമുക്ക് ഈ ഒരു ടൈപ്പ് ബ്രാക്കറ്റ് യൂസ് ചെയ്തിട്ട് എഴുതാം, അതല്ല എങ്കിൽ കോമ്പണൻറ്റ് വൈസ് ആയിട്ട് xti പ്ലസ് ytj പ്ലസ് ztk ഈ ഒരു രീതിയിലും എഴുതാം. നിങ്ങൾ പ്ലസ് ടുവിനൊക്കെ പഠിക്കുമ്പോൾ ഐ ജെ കെ എന്ന് പറയുന്നത് എന്താണെന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു ക്യാപ്പ് ഇട്ടിട്ട് xt ഐ ക്യാപ്പ് ജെ ക്യാപ്പ് കെ ക്യാപ്പ് എന്നിട്ടിട്ടാണ് സാധാരണ ചെയ്തിട്ടുണ്ടായിരുന്നത്. വേണമെങ്കിൽ അങ്ങനെ ഇടാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ആ ക്യാപ്പ് എന്ന് പറയുന്ന നൊട്ടേഷൻ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് ഞാനിത് ഇടാത്തത്. അപ്പോൾ നിങ്ങൾക്ക് xti പ്ലസ് ytj പ്ലസ് ztk ഈ ഒരു രീതിയിൽ ഒരു വെക്ടറിനെ ഡിനോട്ട് ചെയ്യാം. ഇത് 3 സ്പേസിലുള്ളതാണ്, 3 ഡയമെൻഷൻ. ഓക്കെ, അപ്പോൾ അതല്ല എങ്കിൽ ഈ ഒരു രീതിയിൽ നമ്മൾ ഇടുന്ന ബ്രാക്കറ്റ്, ഈ ഒരു ടൈപ്പ് ബ്രാക്കറ്റ് ഇട്ട് അതിനകത്ത് കോമ്പണൻസ് ആയിട്ട് xt yt zt എന്ന് പറയുന്ന കോമ്പണൻസ് എഴുതിയിട്ടും ചെയ്യാം. പിന്നെ ഈ ഒരു ഫങ്ഷൻസ് അതിനകത്ത് എഴുതുന്ന xt yt zt അതിനെ നമ്മൾ കോമ്പണൻസ് എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ യു ക്യാൻ സീ ദസ് rt ഈക്വൽ ടു ടി സ്ക്വയർ ടി ക്യൂബ്. അതിനെ വേറെ രീതിയിൽ എഴുതുവാണെങ്കിൽ ടി ഐ പ്ലസ് ടി സ്ക്വയർ ഐ ജെ പ്ലസ് ടി ക്യൂബ് കെ ഈ ഒരു രീതിയിൽ എഴുതാം. അപ്പോൾ അതിൻ്റെ കോമ്പണൻസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫസ്റ്റ് കോമ്പണൻറ്റ് എക്സ് കോമ്പണൻ്റ് ആയിട്ട് വരുന്നത് ടി ആണ്, വൈ കോമ്പണൻ്റ് ടി സ്ക്വയർ ആൻഡ് സെഡ് കോമ്പണൻ്റ് ടി ക്യൂബ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മളൊരു വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ എഴുതുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ഫംഗ്ഷൻ പോലെ തന്നെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സിലേക്കാണ്. ഇവിടെ 2 സ്പേസിലേക്കോ 3 സ്പേസിലേക്കോ ആണ് ഡിഫൈൻഡ് ആയിട്ടുണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് നമുക്കറിയാം. ഇവിടെ നമുക്ക് കോമ്പണൻസ് ഉണ്ട്. അപ്പോൾ ആ 3 കോമ്പണൻസിൻ്റെയും കോമ്പണൻറ്റ് ഫംഗ്ഷൻസിൻ്റെയും ഡൊമൈൻ കണ്ടുപിടിച്ചതിന് ശേഷം അതിൻ്റെ 3ൻ്റെയും ഇൻ്റർസെക്ഷൻ കണ്ടുപിടിച്ചാൽ വി വിൽ ഗെറ്റ് ദ നാച്ചുറൽ ഡൊമൈൻ ഓഫ് ദി ഫംഗ്ഷൻ. അപ്പോൾ ഈ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ്റെ ഡൊമൈൻ, നാച്ചുറൽ ഡൊമൈൻ കാണാൻ പറഞ്ഞാൽ അതിലെ ഓരോ കോമ്പണൻറ്റ് ഫംഗ്ഷൻസിൻ്റെയും ഡൊമൈൻ ആദ്യം കണ്ടുപിടിക്കുക. അതിനുശേഷം ആ 3 എണ്ണത്തിൻ്റെയും ഇൻ്റർസെക്ഷൻ എടുത്താൽ യു വിൽ ഗെറ്റ് ദ നാച്ചുറൽ ഡൊമൈൻ ഓഫ് ദി വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ rt. അപ്പോൾ ഇവിടെ നോക്കാം, ഒരു എക്സാമ്പിൾ പറയാം. ഫൈൻഡ് ദ നാച്ചുറൽ ഡൊമൈൻ ഓഫ് rt ഈക്വൽ ടു ln ഓഫ് t മൈനസ് 1 ln ഓഫ് t മൈനസ് 1 e റൈസ് ടു t റൂട്ട് t. ഇതാണ് നമ്മുടെ വെക്ടർ. അതിനെ നമുക്ക് വേറൊരു രീതിയിൽ എഴുതിയാൽ ln ഓഫ് t മൈനസ് 1 i പ്ലസ് ഇ റൈസ് ടു ടി ജെ പ്ലസ് റൂട്ട് ടി കെ ഈ ഒരു രീതിയിൽ എഴുതാം. അപ്പോൾ ഇതിൻ്റെ നാച്ചുറൽ ഡൊമൈൻ കാണണമെങ്കിൽ ഓരോ കോമ്പണൻറ്റ് ഫംഗ്ഷൻസിൻ്റെയും ഡൊമൈൻ കാണണം. അപ്പോൾ ആദ്യത്തെ കോമ്പണൻറ്റ് ഫംഗ്ഷൻ ഇവിടെ ln ഓഫ് മോഡ് ടി മൈനസ് 1 ആണ്. സോ ഹിയർ ഫസ്റ്റ് കോമ്പണൻറ്റ് ln ഓഫ് മോഡ് ടി മൈനസ് 1. അതിൻ്റെ ഡൊമൈൻ എന്താണ് വരിക? നമുക്ക് ടിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഓൾ അലൗവ്ഡ് വാല്യൂസ് ഓഫ് ടി അതാണ് കാണേണ്ടത്. അപ്പോൾ നമുക്കറിയാം ലോഗരിതത്തിൻ്റെ വാല്യൂ 0യ്ക്കും നെഗറ്റീവ് നമ്പേഴ്സിനും ഡിഫൈൻഡ് അല്ല. അപ്പോൾ ഇവിടെ മോഡുലസ് ഉള്ളതുകൊണ്ട് പിന്നെ നെഗറ്റീവ് നമ്പേഴ്സ് നോക്കണ്ട, എവറിത്തിങ് വിൽ ബി പോസിറ്റീവ് അണ്ടർ മോഡ്. സോ ടി നെഗറ്റീവ് ആവാൻ പാടില്ല, ടി മൈനസ് 1 നെഗറ്റീവ് ആവാനും പാടില്ല, ടി മൈനസ് 1 0 ആവാനും പാടില്ല. ബാക്കി എല്ലാ വാല്യൂസിനും ലോഗരിതം ഡിഫൈൻഡ് ആണ്. സോ ആദ്യത്തെ ln ഓഫ് ടി മൈനസ് 1ൻ്റെ ഡൊമൈൻ എന്ന് പറയുമ്പോൾ ടി മൈനസ് 1 0 അല്ലാത്ത എല്ലാ പോയിൻറ്റും, അതായത് ടി മൈനസ് 1 നോട്ട് ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ ടി നോട്ട് ഈക്വൽ ടു 1 ആവണം, അല്ലേ? ടി മൈനസ് 1 0 ആവാതിരിക്കണമെങ്കിൽ ടി 1 ആവാതിരിക്കണം. സോ വി ക്യാൻ സേ ദാറ്റ് ദ ഡൊമൈൻ ഓഫ് xt ഈസ് ദ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് എക്സെപ്റ്റ് 1. സോ ആർ മൈനസ് സെറ്റ് 1 ആയിട്ട് നമുക്ക് ഇതിൻ്റെ xt-യുടെ ഡൊമൈനെ എടുക്കാം. അതിനെ നമ്മൾ സെറ്റ് വൈസ് ആയിട്ട് ഡിനോട്ട് ചെയ്യുമ്പോൾ -∞ to 1 യൂണിയൻ
1 ഇൻഫിനിറ്റി, അതായത് മൈനസ് ഇൻഫിനിറ്റി തൊട്ട് 1 വരെയുള്ള ഓപ്പൺ ഇൻ്റർവൽ 1 ആണ്. ദെൻ യൂണിയൻ ഓപ്പൺ ഇൻ്റർവൽ 1 ഇൻഫിനിറ്റി. അപ്പോൾ ഓൾ റിയൽ നമ്പേഴ്സിൽ ആ 1 മാത്രം എക്സ്ക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് ln ഓഫ് മോഡ് ടി മൈനസ് 1ൻ്റെ ഡൊമൈൻ വരിക. സെക്കൻഡ് ഫംഗ്ഷൻ y ഓഫ് ടി എന്ന് പറയുന്നത് e റേസ് ടു ടി ആണ്, എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ. We know that exponential function is defined for all real numbers. So the domain of e raised to t is the set of all real numbers. So minus infinity to infinity. അതായിരിക്കും yt യുടെ domain. Then zt is root t. Third component is root t. അപ്പോൾ root t ഡിഫൈൻ ചെയ്തത്, റൂട്ട് ഡിഫൈൻഡ് ആവണമെങ്കിൽ എന്ത് വേണം? റൂട്ടിനകത്തുള്ളത് പോസിറ്റീവ് ആയിരിക്കണം. So the value of t should be positive number. So you can say that the domain of root t is 0 to infinity. 0യും ഡിഫൈൻഡ് ആണ്. സോ ക്ലോസ്ഡ് ഇൻ്റർവൽ 0 തൊട്ട് ഇൻഫിനിറ്റി വരെ. സോ ഓരോ കോമ്പണൻറ്റ് ഫങ്ഷൻസിൻ്റെയും ഡൊമൈൻ നമ്മൾ കണ്ടു. ഇനി നമുക്ക് എന്ത് വേണം? ആർ ടിയുടെ നാച്ചുറൽ ഡൊമൈൻ കാണണം. സോ ഈ മൂന്നെണ്ണത്തിൻ്റെയും ഇൻ്റർസെക്ഷൻ, ആദ്യത്തത് മൈനസ് ഇൻഫിനിറ്റി ടു 1 യൂണിയൻ 1 ഇൻഫിനിറ്റി ആയിരുന്നു. രണ്ടാമത്തത് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആൻഡ് ദ തേർഡ് ഡൊമൈനസ് 0 ടു ഇൻഫിനിറ്റി. ഈ മൂന്ന് ഇൻ്റർവെലിൻ്റെയും കൂടെ ഇൻ്റർസെക്ഷൻ ആയിരിക്കും നമ്മുടെ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ്റെ ഡൊമൈനായിട്ട് വരുന്നത്. സോ നോക്കാം. ആദ്യത്തെ ഡൊമൈൻ എന്ന് പറയുമ്പോൾ മൈനസ് ഇൻഫിനിറ്റി ഹോൾ റിയൽ നമ്പേഴ്സിൽ 1 മാത്രം എക്സ്ക്ലൂഡ് ആയിട്ടുള്ള, ഇപ്പോൾ 1 എന്ന് പറയുന്ന പോയിൻ്റ് മാത്രം ഒഴിവായിട്ടുള്ള ഹോൾ റിയൽ നമ്പേഴ്സ്, അതാണ് ഫസ്റ്റ് ഡൊമൈൻ വരുന്നത്. സെക്കൻഡ് വൺ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആണ്. തേർഡ് വൺ 0 ടു ഇൻഫിനിറ്റി. ഇപ്പോൾ ഇവിടെ 0 ആണെങ്കിൽ 0 ടു ഇൻഫിനിറ്റി. ഈ മൂന്നെണ്ണത്തിൻ്റെയും ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോൾ നമുക്ക് 0 ടു ഇൻഫിനിറ്റിയിൽ 1 എക്സ്ക്ലൂഡ് ആയിട്ടുള്ള ബാക്കിയെല്ലാം, അല്ലെ 0 തൊട്ട് ഇൻഫിനിറ്റി വരെ എല്ലാം വരാം. പക്ഷേ അതിനകത്ത് തന്നെ 1 വരാൻ പാടില്ല, കാരണം നമ്മുടെ ആദ്യത്തെ എക്സ് ടിയുടെ ഡൊമൈനിൽ 1 എക്സ്ക്ലൂഡഡ് ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് ദ നാച്ചുറൽ ഡൊമൈൻ ഓഫ് ആർ ടി കൺസിസ്റ്റ് ഓഫ് ഓൾ വാല്യൂസ് ഓഫ് ടി ഫ്രം 0 ടു ഇൻഫിനിറ്റി എക്സ്ക്ലൂഡിങ് 1 അല്ലാത്ത 0 തൊട്ടുള്ള എല്ലാ വാല്യൂം. സോ 0 ടു 1, 0 less than or equal to t less than or equal to 1 or t greater than 1. ഈ ഒരു വാല്യൂവിൽ വരുന്ന എല്ലാ ടിക്കും നമ്മുടെ ആർ ടി ഡിഫൈൻഡ് ആയിരിക്കും. സോ വി ക്യാൻ സേ ദാറ്റ് ദ നാച്ചുറൽ ഡൊമൈൻ ഓഫ് ആർ ടി കൺസിസ്റ്റ് ഓഫ് ഓൾ വാല്യൂസ് ഓഫ് ടി സച്ച് ദാറ്റ് 0 less than or equal to t less than 1 or t greater than 1. ഈ ഒരു രീതിയിലാണ് നമ്മൾ നാച്ചുറൽ ഡൊമൈൻ ഓഫ് എ വെക്റ്റർ സ്പേസ് കാണുന്നത്. അടുത്തത് ഫൈൻഡ് ദ നാച്ചുറൽ ഡൊമൈൻ ഓഫ് ആർ ടി ആൻഡ് ദ വാല്യൂ ഓഫ് ആർ ടി നോട്ട്. ആർ ടി എന്ന് പറയുന്നത് ഇവിടെ ഫസ്റ്റ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് കോസ് പൈ ടി ഐ മൈനസ് ln ടി ജെ പ്ലസ് റൂട്ട് ടി മൈനസ് 4k. അതുപോലെ ഇവിടെ ടി നോട്ട് എന്ന് പറയുന്നൊരു വാല്യൂ തന്നിട്ടുണ്ട്. ടി നോട്ട് ഇസ് ഈക്വൽ ടു 7. അപ്പോൾ ഇവിടെ ഫംഗ്ഷൻ തന്നിരിക്കുന്നത് നമ്മുടെ സെക്കൻഡ് മെത്തേഡിൽ, അതായത് ഐ ജെ കെ എന്ന് പറയുന്ന 3 കോമ്പണൻറ്റ് തന്ന് അതിൻ്റെ ടേമിൽ ആർ ടി ഡിഫൈൻ ചെയ്തതാണ്. അപ്പോൾ ഓരോ കോമ്പണൻറ്റ് വൈസ് ആയിട്ട് നമുക്ക് ഡൊമൈൻ കാണണം. ആദ്യത്തെ ഫംഗ്ഷൻ എക്സ് ടി ആണ്. എക്സ് ടി ഈസ് കോസ് പൈ ടി, അല്ലേ? കോസ് പൈ ടിയുടെ ഡൊമൈൻ നമുക്കറിയാം. കോസ് വാല്യൂ ടിക്ക് ഏത് വാല്യൂ കൊടുത്താലും കോസ് ഡിഫൈൻഡ് ആണ്, അല്ലേ? കൊസൈൻ ഫംഗ്ഷൻ ഇസ് ഡിഫൈൻഡ് ഫോർ ഓൾ ടി. So we can say that the domain of xt equal to cos pi t is set of all real numbers, അതായത് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. ദെൻ yt എന്ന് പറയുന്നത് ഇവിടെ മൈനസ് ഓഫ് ln t ആണ്, അതായത് ലോഗരിതം ഓഫ് t. ലോഗരിതം നമുക്കറിയാം 0യ്ക്കും നെഗറ്റീവ് നമ്പേഴ്സിനും ഡിഫൈൻഡ് അല്ല. സോ ഇവിടെ 0 തൊട്ട് 0ക്ക് ശേഷം വരുന്ന എല്ലാ പോസിറ്റീവ് നമ്പേഴ്സും ആണ് ytയുടെ ഡൊമൈനായിട്ട് വരുന്നത്. സോ ദ ഡൊമൈൻ ഓഫ് മൈനസ് ln t ഈസ് 0 ടു ഇൻഫിനിറ്റി, ഓപ്പൺ ഇൻ്റർവൽ 0 ടു ഇൻഫിനിറ്റി. അടുത്ത ഫംഗ്ഷൻ തേർഡ് കോമ്പണൻറ്റ് z ഈസ് റൂട്ട് ടി മൈനസ് 4. അപ്പോൾ റൂട്ട് ടി മൈനസ് 4ൽ ഡിഫൈൻഡ് ആവണമെങ്കിൽ റൂട്ടിനകത്തുള്ളത് പോസിറ്റീവ് ആയിരിക്കണം, അല്ലേ? അപ്പോൾ ടി മൈനസ് 4 പോസിറ്റീവ് ആവണമെങ്കിൽ ടി 4നെക്കാളും വലുതായിരിക്കണം. ടി മൈനസ് 4 ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0 മീൻസ്
ടി ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4. അപ്പോൾ 4 തൊട്ട് ബാക്കിയെല്ലാം 4 ടു ഇൻഫിനിറ്റി ക്ലോസ്ഡ് ഇൻ്റർവൽ 4 ആവാം, കാരണം റൂട്ട് 0 ഡിഫൈൻഡ് ആണല്ലോ. അപ്പോൾ 4 തൊട്ട് ബാക്കിയുള്ളതെല്ലാം. So we can say that the domain of root t minus 4 is 4 infinity, the closed interval 4 infinity. So the natural domain of RT is the intersection of these three domains. So ഒന്ന് minus infinity to infinity ആണ്. ഫസ്റ്റ് വരുന്നത് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി, രണ്ടാമത്തത് 0 ടു ഇൻഫിനിറ്റി, അപ്പോൾ ഈ 0 തൊട്ട് ഇൻഫിനിറ്റി. ദെൻ തേർഡ് വൺ ഇസ് ഫ്രം 4 ടു ഇൻഫിനിറ്റി. സപ്പോസ് ഈ പോയിൻറ്റ് 4 ആണെങ്കിൽ ഇവിടുന്ന് 4 തൊട്ട് ഇൻഫിനിറ്റി. അപ്പോൾ ഈ മൂന്നെണ്ണത്തിൻ്റെയും കൂടെ ഇൻ്റർസെക്ഷൻ എടുത്താൽ എന്ത് വരും? 4 ടു ഇൻഫിനിറ്റി എന്ന് പറയുന്ന ആ ഒരു സെറ്റാണ് നമുക്ക് കിട്ടുന്നത്. സോ ദ നാച്ചുറൽ ഡൊമൈൻ ഓഫ് ആർ ടി ഈസ് 4 ഇൻഫിനിറ്റി. പിന്നെ ഈ ക്വസ്റ്റ്യനകത്ത് നിങ്ങളോട് ആർ ടി 0 കാണാൻ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ആ വാല്യൂ T0 എന്ന് പറയുന്നൊരു വാല്യൂ തന്നിട്ടുണ്ടാവും. ആ വാല്യൂ തന്നിരിക്കുന്ന ആ ഒരു വെക്ടറിനെ ഡിഫൈൻ ചെയ്യുക. ഇവിടെ T0 ഈസ് ഈക്വൽ ടു 7 ആണ്. അപ്പോൾ ആർ T0 എന്ന് പറയുമ്പോൾ R ഓഫ് 7. അപ്പോൾ T ഉള്ളിടത്തെല്ലാം 7 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കോസ് 7 പൈ I മൈനസ് ln 7j പ്ലസ് റൂട്ട് 7 മൈനസ് 4k. അപ്പോൾ നമുക്കറിയാം കോസ് 7 പൈയുടെ വാല്യൂ -1 ആണ്. സോ മൈനസ് I then minus ln 7j plus root 7 minus 4 എന്ന് പറയുമ്പോൾ root 3k. അപ്പോൾ ഈ വാല്യൂ ജസ്റ്റ് അതിനകത്ത് തന്നിരിക്കുന്ന T0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതിയാൽ മതി. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് ആർ ടിയുടെ നാച്ചുറൽ ഡൊമൈൻ കാണുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യാൻ 2 ക്വസ്റ്റ്യൻസ് ഞാനിവിടെ ഹോംവർക്കായിട്ട് തരുന്നുണ്ട്. ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണാം. ആദ്യത്തേത് ആർ ടി ഈക്വൽ ടു സൈൻ 2ti മൈനസ് 4tj. അതിൻ്റെ ഡൊമൈൻ ഇവിടെ 2 സ്പേസിലാണ്, ഐയും ജെയും മാത്രമേ ഉള്ളൂ. അപ്പോൾ 2 സ്പേസിലാണ്. അപ്പോൾ ഈ ആദ്യം സൈൻ 2tയുടെ ഡൊമൈൻ ഏതൊക്കെയാണെന്ന് നോക്കുക. ദെൻ മൈനസ് 4tയുടെ ഡൊമൈനും നോക്കാം. അതിൻ്റെ രണ്ടിൻ്റെയും ഇൻ്റർസെക്ഷൻ എടുത്താൽ ആർ ടിയുടെ ഇൻ്റർസെക്ഷൻ കിട്ടും. അതിനുശേഷം T0 വാല്യൂ ഇവിടെ പൈ ആണ് T0 തന്നിരിക്കുന്നത്. അപ്പോൾ പൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആ വാല്യൂ കാണുക. അതുപോലെ അടുത്ത ക്വസ്റ്റ്യനും റൂട്ട് 5t പ്ലസ് 1 ആൻഡ് ടി സ്ക്വയർ ആർ ദ കോമ്പണൻറ്റ് ഫങ്ഷൻസ്. അപ്പോൾ ഇവിടെ നേരത്തെ ചെയ്തതുപോലെ തന്നെ രണ്ടിൻ്റെയും ഡൊമൈൻ കണ്ട് ഇൻ്റർസെക്ഷൻ ചെയ്യുക കേട്ടോ. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ഹോംവർക്കായിട്ട് തന്ന ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ഈ ഒരു വെക്റ്റർ വാല്യൂഡ് ഫങ്ഷൻസിൻ്റെ ലിമിറ്റും കണ്ടിന്യൂറ്റിയും. Suppose RT is a vector valued function that is defined for all t in some open interval containing the number a, except that RT need not be defined at a. അപ്പോൾ ആ എ കണ്ടെയ്ൻ ചെയ്യുന്ന ഓപ്പൺ ഇൻ്റർവെലിനകത്ത് ആർ ടി ഡിഫൈൻഡ് ആയിരിക്കണം. എക്സെപ്റ്റ് അറ്റ് എയിൽ ഡിഫൈൻഡ് ആയിക്കൊള്ളണമെന്ന് നിർബന്ധമല്ല, നീഡ് നോട്ട് ബി ഡിഫൈൻഡ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആർ ടിയുടെ ലിമിറ്റ് ടി ടെൻഡിങ് ടു എ ആർ ടി ഇസ് ഈക്വൽ ടു എൽ, ക്യാപിറ്റൽ എൽ ആണെന്ന് പറയണമെങ്കിൽ ലിമിറ്റ് ഓഫ് ടി ടെൻസ് ടു എ നോം ഓഫ് ആർ ടി മൈനസ് എൽ ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ ഇതാണ് ഈ ഒരു ലിമിറ്റിൻ്റെ ഡെഫിനിഷൻ. ലിമിറ്റ് ടി ടെൻഡിങ് ടു എ ആർ ടി ഈക്വൽ ടു എൽ ആവണമെങ്കിൽ ആർ ടി മൈനസ് എല്ലിൻ്റെ ഇവിടെ നമ്മൾ സാധാരണ നിങ്ങൾ ഫങ്ഷൻസ് കഴിഞ്ഞ സെമസ്റ്ററിൽ ഫംഗ്ഷൻ്റെ ലിമിറ്റ് എല്ലാം പഠിച്ചതാണ്. ഇവിടെ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ്റെ ലിമിറ്റ് ആവുമ്പോൾ ഇവിടെ ഫങ്ഷൻസിൻ്റെ ലിമിറ്റിൽ നിങ്ങൾ ഇവിടെ ഒരു മോഡുലസ് ഇട്ടിട്ടാണ് പഠിച്ചത്. ഇവിടെ അതിന് പകരം നോം എന്ന് കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഡബിൾ ആയിട്ടുള്ള ഈ ലൈന് വരുന്നത് നോം എന്നാണ് അതിൻ്റെ നൊട്ടേഷൻ. അപ്പോൾ നോം ഓഫ് ആർ ടി മൈനസ് എൽ 0 ആവുമ്പോൾ, അതായത് നമ്മൾ സാധാരണ ഫങ്ഷൻസിൻ്റെ ലിമിറ്റ് പറയുന്ന അതേ കോൺസെപ്റ്റ് തന്നെയാണ്. പക്ഷേ സാധാരണ ഫങ്ഷൻസിൻ്റെ ലിമിറ്റ് പറയുമ്പോൾ എന്തായിരുന്നു? ഒരു ഫങ്ഷൻ സപ്പോസ് എഫ് ടി ലിമിറ്റ് ഓഫ് എഫ് ടി ഈസ് എൽ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയാറ്? ടി എയിലേക്ക് അപ്രോച്ച് ചെയ്യുന്നതിനനുസരിച്ച് ആർ ടി അല്ലെങ്കിൽ എഫ് ഓഫ് ടി ആണെങ്കിൽ എഫ് ഓഫ് ടി എല്ലിലേക്ക് അപ്രോച്ച് ചെയ്യുന്നു. ഇവിടെയും അതേ കോൺസെപ്റ്റ് തന്നെയാണ്. പക്ഷേ ഇവിടെ എന്താണ്? വെക്ടറാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു അപ്രോച്ച് ചെയ്യുക എന്ന് പറയുമ്പം അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് മാത്രമല്ല, ആ ഒരു ഡയറക്ഷനും കൂടെ രണ്ടും സെയിം ഡയറക്ഷനിലും ആയിരിക്കണം. അതായത് ഇനീഷ്യൽ പോയിൻ്റ് ഓഫ് ആർ ടി ആൻഡ് എൽ ആർ പൊസിഷൻഡ് അറ്റ് ദ ഒറിജിൻ. ദെൻ ലിമിറ്റ് ടി ടെൻസ് ടു എ ആർ ടി ഈക്വൽ ടു എൽ മീൻസ് ദാറ്റ് the terminal point of RT approaches the terminal point of L
ആസ് ടി അപ്രോച്ചസ് എ. അപ്പോൾ ടി എയിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ ആർ ടിയുടെ ടെർമിനൽ പോയിൻറ്റും എല്ലിൻ്റെ ടെർമിനൽ പോയിൻറ്റിലേക്ക് അപ്രോച്ച് ചെയ്യണം. ഓക്കെ, അത് രണ്ടിൻ്റെയും ഇനീഷ്യൽ പോയിൻറ്റ് ഒറിജിനിൽ കീപ്പ് ചെയ്താൽ we can say that the vector rt approaches the vector L in both length and direction. ആ ഒരു രീതിയിൽ അവിടെ നമ്മൾ സാധാരണ ഫങ്ഷൻസിൻ്റെ പഠിച്ചിരുന്ന ലിമിറ്റ് പഠിച്ചിരുന്ന ആ ഒരു കേസിൽ നമ്മൾ രണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ലേ, എഫ് ഓഫ് ടി എല്ലിലേക്ക് അപ്രോച്ച് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു ഡിസ്റ്റൻസ് മാത്രമായിരുന്നു നോക്കിയിരുന്നത്. ഇവിടെ വെക്റ്റർ വാല്യൂഡ് ഫങ്ഷൻസ് ആയിരിക്കുമ്പോൾ ഡിസ്റ്റൻസിൻ്റെ കൂടെ നമ്മൾ ഡയറക്ഷനും കൂടെ നോക്കണം. അത്രയേ ഉള്ളൂ. ഇനി ഒരു വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ്റെ ലിമിറ്റ് കാണണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഡയറക്റ്റ് അതിൻ്റെ ഓരോ കോമ്പണൻറ്റ് ഫങ്ഷൻസിൻ്റെയും ലിമിറ്റ് കണ്ടതിന് ശേഷം അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അതായത് ആർ ടി എന്ന് പറയുന്ന വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷനസ് എക്സ് ടി വൈ ടി സെഡ് ടി, അതല്ലെങ്കിൽ എക്സ് ടി ഐ പ്ലസ് വൈ ടി ജെ പ്ലസ് സെഡ് ടി കെ, ഈ ഒരു രീതിയിലാണ് തന്നിട്ടുള്ളതെങ്കിൽ ഓരോ കോമ്പണൻറ്റ് വൈസ് ആയിട്ട് എക്സ് ടിയുടെയും വൈ ടിയുടെയും സെഡ് ടിയുടെയും എല്ലാത്തിൻ്റെയും ലിമിറ്റുകൾ കാണുക. അതിനുശേഷം ആ ലിമിറ്റ് എഴുതി നമ്മൾ വെക്ടറായിട്ട് എഴുതിയാൽ വി വിൽ ഗെറ്റ് ദ ലിമിറ്റ് ഓഫ് ആർ ടി. ഫോർ എക്സാമ്പിൾ നോക്കാം. സപ്പോസ് ആർ ടി ഈസ് ഈക്വൽ ടു ടി സ്ക്വയർ ഐ പ്ലസ് ഇ റേസ് ടു ടി ജെ മൈനസ് 2 കോസ് പൈ ടി കെ. ഈ ഒരു രീതിയിലാണ് ആർ ടി തന്നിട്ടുള്ളതെങ്കിൽ യു ഹാവ് ടു ഫൈൻഡ് ദ ലിമിറ്റ് ഓഫ് ആർ ടി ആസ് ടി ടെൻഡിങ് ടു 0. ടി 0യിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ ആർ ടിയുടെ ലിമിറ്റ്. അപ്പോൾ ഓരോ കോമ്പണൻറ്റ് വൈസ് ആയിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ആദ്യത്തെ കോമ്പണൻറ്റ് ടി സ്ക്വയർ ആണ്, ദ സെക്കൻഡ് കോമ്പണൻറ്റ് ഇസ് ഇ റേസ് ടു ടി ആൻഡ് തേർഡ് കോമ്പണൻറ്റ് ഇസ് മൈനസ് 2 കോസ് പൈ ടി. അപ്പോൾ ആദ്യം ലിമിറ്റ് ടി ടെൻഡിങ് ടു 0 ടി സ്ക്വയർ ഐ പ്ലസ് ലിമിറ്റ് ടി ടെൻഡിങ് ടു 0 ഇ റേസ് ടു ടി ജെ, ദെൻ മൈനസ് ലിമിറ്റ് ടി ടെൻഡിങ് ടു 0 2 കോസ് പൈ ടി കെ. അപ്പോൾ ഓരോ സ്ഥലത്തും നമുക്ക് ടി 0യിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ ടി സ്ക്വയർ, ദ വാല്യൂ ഓഫ് ടി സ്ക്വയർ ഈസ് 0 സ്ക്വയർ അല്ലേ. സോ യു വിൽ ഗെറ്റ് 0 ഐ, ദെൻ ഇ റേസ് ടു 0 ജെ മൈനസ് 2 കോസ് 0 കെ. അപ്പോൾ ആദ്യത്തെ കോമ്പണൻറ്റ് 0 ഐ എന്ന് പറയുന്ന കോമ്പണൻറ്റ് 0 ഐ, ഇ റേസ് ടു 0 എന്ന് പറഞ്ഞാൽ 1 ആണ്, സോ 1 ജെ മൈനസ് 2 കോസ് 0 എന്ന് പറയുന്നത് 1 ആണ്, സോ മൈനസ് 2 ഇൻറ്റു 1 കെ. സോ യു ക്യാൻ സീ ദാറ്റ് ദ ലിമിറ്റ് ഇസ് ജെ മൈനസ് 2k. അതല്ല അത് നിങ്ങൾ വെക്റ്റർ ആയിട്ട് എഴുതുവാണെങ്കിൽ 0 1 മൈനസ് 2 ഈ ഒരു രീതിയിലും എഴുതാം. രണ്ട് നൊട്ടേഷൻസിൽ ഏതിലെങ്കിലും ഒന്നിൽ എഴുതാം. You can see one more example. Find the limit as t tending to infinity t cube plus 1 by 4t cube plus 2i plus 1 by tj. ഇപ്പോൾ ഇവിടെ ഓരോ കോമ്പണൻറ്റിനായിട്ട് ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ആസ് ടി ടെൻഡിങ് ടു ഇൻഫിനിറ്റി ആണ്. സോ ലിമിറ്റ് ടി ടെൻഡിങ് ടു ഇൻഫിനിറ്റി ടി ക്യൂബ് പ്ലസ് 1 ബൈ 4t ക്യൂബ് പ്ലസ് 2, അതാണ് ആദ്യത്തെ കോമ്പണൻറ്റ് ഐ, ദെൻ പ്ലസ് സെക്കൻഡ് കോമ്പണൻറ്റ് ലിമിറ്റ് ടി ടെൻഡിങ് ടു ഇൻഫിനിറ്റി 1 ബൈ ടി ജെ. അപ്പോൾ കോമ്പണൻറ്റ് വൈസ് ആയിട്ട് ലിമിറ്റ് കാണാൻ കഴിഞ്ഞ സെമസ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ലിമിറ്റ് ടി ടെൻഡിങ് ടു ഇൻഫിനിറ്റി, ഇവിടെ ടി ക്യൂബ് പ്ലസ് 1 ന്യൂമറേറ്ററിലും താഴെ 4t ക്യൂബ് പ്ലസ് 2 ആണ്. രണ്ടിലും ന്യൂമറേറ്ററിലും ടി ക്യൂബാണ്, ഡിനോമിനേറ്ററിലും ഉള്ളത് മാക്സിമം ഉള്ളത് ടി ക്യൂബ് തന്നെയാണ്. സോ ടി ക്യൂബ് വെച്ച് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഡിവൈഡ് ചെയ്യാം ഓരോ ടേമും. അപ്പോൾ ആദ്യം ടി ക്യൂബ് ബൈ ഡി ക്യൂബ് എന്ന് പറയുമ്പോൾ 1 വരും, പ്ലസ് ദെൻ 1ന് ടി ക്യൂബ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 ബൈ ടി ക്യൂബ് ഹോൾ ഡിവൈഡഡ് ബൈ, ഡിനോമിനേറ്ററിലും അതുപോലെ തന്നെ നമ്മൾ ടി ക്യൂബ് വെച്ച് രണ്ട് ടേമും ഡിവൈഡ് ചെയ്യുക. സോ യു വിൽ ഗെറ്റ് 4 പ്ലസ് 2 ബൈ ടി ക്യൂബ്. അപ്പോൾ ആദ്യത്തെ ആ ഒരു കോമ്പണൻറ്റിൻ്റെ ലിമിറ്റ് അങ്ങനെയാണ് എഴുതുന്നത്. പ്ലസ് ദെൻ നമുക്കറിയാം ടി ടെൻഡിങ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ 1 ബൈ ടിയുടെ ലിമിറ്റ് എന്താണ്, ടി ഇൻഫിനിറ്റിയിലേക്ക് അപ്രോച്ച് ചെയ്യുന്നതിനനുസരിച്ച് 1 ബൈ ടി 0യിലേക്കാണ് അപ്രോച്ച് ചെയ്യുന്നത്. സോ ദ ലിമിറ്റ് ഓഫ് 1 ബൈ ടി ഈസ് 0. അതുപോലെ ആദ്യത്തെ കോമ്പണൻറ്റിലും ടി ഇൻഫിനിറ്റിയിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ 1 ബൈ ടി ക്യൂബ്, ന്യൂമറേറ്ററിലുള്ള 1 ബൈ ടി ക്യൂബും ഡിനോമിനേറ്ററിൽ വരുന്ന 2 ബൈ ടി ക്യൂബും 0യിലേക്കാണ് അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ ആ ലിമിറ്റ് എന്ത് വരും, 1 ബൈ 4. സോ യു വിൽ ഗെറ്റ് 1 ബൈ 4i പ്ലസ് 0j.
അതല്ല എങ്കിൽ നിങ്ങൾ ബ്രാക്കറ്റ് ഇട്ടിട്ട് ഇതുപോലെ ഈ ഒരു ബ്രാക്കറ്റിൽ 1/4, 0. ഇപ്പോൾ 2 സ്പേസിലാണ് തന്നിരിക്കുന്നത്, അപ്പോൾ 2 മതി. ഇനിയിപ്പോൾ 3 സ്പേസിലായിരുന്നെങ്കിൽ കെയുടെ കോമ്പണൻ്റ് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അതിനും 0 ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ എഴുതാം. അതല്ല എങ്കിൽ 1/4 ആയി മാത്രമായിട്ടും റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് വെക്റ്റർ ഫങ്ഷൻസിൻ്റെ ലിമിറ്റ് കാണുന്നത്. ലിമിറ്റ് കാണാനും 1-2 ക്വസ്റ്റ്യൻസ് ഹോംവർക്കായിട്ട് തന്നിട്ടുണ്ട്, ചെയ്ത് നോക്കുക. കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. ഇതുപോലെ തന്നെ വരുന്ന വേറൊരു കോൺസെപ്റ്റാണ് കണ്ടിന്യൂയിറ്റി. കണ്ടിന്യൂയിറ്റിയും നമ്മൾ ലിമിറ്റിൽ പറഞ്ഞതുപോലെ തന്നെ സാധാരണ ഫങ്ഷൻസിൻ്റെ കണ്ടിന്യൂയിറ്റി പറഞ്ഞ അതേ കോൺസെപ്റ്റ് തന്നെയാണ്. ഇവിടെ മാത്രമേ വ്യത്യാസമുള്ളൂ, ആ ഒരു ലിമിറ്റ് വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ ആർ ടി കണ്ടിന്യൂസ് അറ്റ് ടി ഈക്വൽ ടു എ എന്ന് പറയണമെങ്കിൽ 3 കണ്ടീഷൻ. ഫസ്റ്റ് വൺ, ആർ എ ഡിഫൈൻഡ് ആയിരിക്കണം, അതായത് ആ ഒരു പോയിന്റിൽ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആയിരിക്കണം. ലിമിറ്റ് ടി ടെൻഡിങ് ടു എ ആർ ടി എക്സിസ്റ്റ് ചെയ്യുകയും വേണം. അതുപോലെ തേർഡ് കണ്ടീഷൻ, ലിമിറ്റ് ടി ടെൻഡിങ് ടു എ ആർ ടി ഷുഡ് ബി ഈക്വൽ ടു ആർ ഓഫ് എ, അതായത് ടി എയിലേക്ക് അപ്രോച്ച് ചെയ്യുന്നതിനനുസരിച്ച് ആർ ടി ഷുഡ് അപ്രോച്ച് ടു ആർ ഓഫ് എ. അപ്പോൾ ഇവിടെ ആ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മുടെ മുമ്പത്തെ പറയുന്ന ഫങ്ഷൻസിൽ, സാധാരണ ഫങ്ഷൻസിൽ പറഞ്ഞപ്പം ഈ ഒരു അപ്രോച്ച് എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ വെറും ഡിസ്റ്റൻസ് അപ്രോച്ച് ചെയ്യുക എന്നുള്ള ആ ഒരു രീതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വെക്റ്റർ ഫംഗ്ഷൻ ആകുമ്പോൾ ആ ഒരു ഡയറക്ഷൻ, സെയിം ഡയറക്ഷനിലും കൂടെ അപ്രോച്ച് ചെയ്യണം. സോ എ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ ആർ ടി ഈസ് കണ്ടിന്യൂസ് അറ്റ് ടി ഈക്വൽ ടു എ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ്സ് കോമ്പണൻറ്റ് ഫംഗ്ഷൻസ് ആർ കണ്ടിന്യൂസ് അറ്റ് ടി ഈക്വൽ ടു എ. അപ്പോൾ നമ്മൾ നേരത്തെ ലിമിറ്റ് കണ്ടതുപോലെ തന്നെ കണ്ടിന്യൂസ് ആണോ എന്ന് നോക്കാനും ഓരോ കോമ്പണൻറ്റും കണ്ടിന്യൂസ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. എല്ലാ കോമ്പണൻറ്റ് ഫംഗ്ഷൻസും കണ്ടിന്യൂസ് ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻസ് ആർ കണ്ടിന്യൂസ്. അതല്ല, ഏതെങ്കിലും ഒരു കോമ്പണൻറ്റ് കണ്ടിന്യൂസ് അല്ലാതെ വന്നാൽ ആ ഫംഗ്ഷൻ, ആ ഒരു വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ലാതെയാവും. ഓക്കെ, സോ vector valued function is continuous at t equal to a if and only if its component functions are continuous at t equal to a. അപ്പോൾ ഇത്രയും കോൺസെപ്റ്റ്, അതായത് വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ, ഒരു വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻസിൻ്റെ ഡൊമൈൻ എങ്ങനെ കാണാം, അതിൻ്റെ ലിമിറ്റ്, കണ്ടിന്യൂയിറ്റി, ഇത്രയും പാർട്ട് നിങ്ങൾ നന്നായിട്ടൊന്ന് നോക്കുക. നോട്ട് ഞാൻ അയച്ചു തരാം, അത് നോട്ട് എഴുതി അതൊക്കെ ഒന്ന് എഴുതി ഹോംവർക്കായിട്ട് തന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്ന് ചെയ്ത് നോക്കുക. കിട്ടുന്നില്ലെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ.